ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. ഈ മാസം 15 വരെയാണ് അറസ്റ്റിനുള്ള വിലക്ക്. പ്രോസിക്യൂഷനോട് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇടക്കാല ഉത്തരവ്. ആദ്യ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് ഈ മാസം 15 വരെയാണ് ഹൈക്കോടതി തടഞ്ഞത്. 15-ന് മുൻപ് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി പ്രതി ഉന്നയിച്ച വാദങ്ങൾ അതീവ ഗൗരവതരമെന്ന് നിരീക്ഷിച്ചു. എന്നാൽ അറസ്റ്റ് തടയരുതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും പൂർണ്ണമായും കേൾക്കാതെ ഒരാളും അറസ്റ്റ് ചെയ്യപ്പെടരുതെന്നായിരുന്നു ജസ്റ്റിസ് K. ബാബുവിന്റെ മറുപടി. പ്രോസിക്യൂഷനും വാദങ്ങൾ ഉന്നയിക്കാം, മുൻവിധിയോടെയല്ല ഹർജി കേൾക്കുന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നാണ് പ്രതിയുടെ വാദമെന്നും ഹൈക്കോടതി പരാമർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു വാദം. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയതെന്നും അന്വേഷണത്തിൽ രാഷ്ട്രീയ സ്വാധീനവും ഗൂഢാലോചനയും ഉണ്ടെന്നും രാഹുൽ വാദമുന്നയിച്ചിരുന്നു. വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാമെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ജനം, കൊച്ചി.